Good morning all. Good morning. Good morning. എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മള് ഡൈപോളിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു. It's an arrangement of two equal and opposite charges separated by a small distance ആയിരുന്നു. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഫീൽഡിൽ വെച്ചാൽ എന്ത് അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അതിനെന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഡൈപോളിന് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എനിവൺ? ടോർക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് അല്ലെ? ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് given by tau is equal to PE sin theta or vector tau is equal to P cross E. Okay. ഡൈപോളിനെ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ്? പി ക്രോസ് ഇ അഥവാ PE സൈൻ തീറ്റയാണ്. ഇനി ഡൈപോളിനെ നമ്മളൊരു നോൺ യൂണിഫോം ഫീൽഡിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിലോ എന്താ പറ്റുക? നോൺ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ടോർക്ക് മാത്രമേ അനുഭവപ്പെടൂ. അതിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും യൂണിഫോം ഫീൽഡിൽ. കാര്യം രണ്ട് ചാർജിനും അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റുമാണ്. പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഈ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇ അല്ലേ? പ്ലസ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ക്യൂ ഇൻറ്റു ഇ, മൈനസ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് മൈനസ് ക്യൂ ഇൻറ്റു ഇ. ഈ രണ്ട് ഫോഴ്സ് ഈക്വലും ആണ്, ഓപ്പോസിറ്റും ആണ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്താന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ അതിന് ട്രാൻസ്ലേഷൻ ഇല്ല, റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, ടോർക്ക് മാത്രമേ ഉള്ളൂ. നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ഇയുടെ വാല്യൂ സെയിം അല്ല. ഇയുടെ വാല്യൂ സെയിം അല്ലാത്തതുകൊണ്ട് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. അപ്പൊ ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കില്ല, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ടോർക്കിനോടൊപ്പം ഒരു ട്രാൻസ്ലേഷൻ കൂടി എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോ ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് ദി ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ട്രാൻസ്ലേഷൻ അലോങ് വിത്ത് റൊട്ടേഷൻ. റൊട്ടേഷനോടൊപ്പം ടോർക്കിനോടൊപ്പം ഒരു നെറ്റ് ഫോഴ്സ് കൂടി അതിന് എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻസ് ചെയ്യും. ശരിയല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലൈനുകളുണ്ട്. ശരിയല്ലേ? ഏതൊക്കെ ലൈനുകളാണ്? ഒന്ന്, ആ രണ്ട് ചാർജുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആക്സിയൽ ലൈൻ എന്നാണ്. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഡൈപോളിന്റെ സെന്ററിലൂടെ ഡൈപോളിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ. ആ ലൈനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പൊ ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലൈനുകളുണ്ട്, ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പൊ ഈ രണ്ട് കേസിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം ആക്സിയൽ ലൈനിന്റെ കാര്യം നോക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് കേസ്, അറ്റ് എനി പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലെ ഏതൊരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുക. ഒരു മൈനസ് ചാർജ്, ഇതൊരു പ്ലസ് ചാർജ്. ഓക്കെ, നമുക്ക് ഡൈപോളിന്റെ പേര് കൊടുക്കാം AB. AB എന്നാണ് ഡൈപോളിന്റെ പേര്. ഈ സെൻട്രൽ പോയിന്റ് നമുക്ക് C എന്ന് കൊടുക്കും. ഇനി ഇതിന്റെ ആക്സിയൽ ലൈനാണ് ഞാൻ വരയ്ക്കുന്നത്.
ഇതാണല്ലോ നമ്മുടെ ആക്സിയൽ ലൈൻ. ഈ രണ്ട് ചാർജുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആക്സിയൽ ലൈൻ എന്ന് പറയാം. അപ്പൊ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് O. O ഈസ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. ഈ സെന്റർ സിയിൽ നിന്ന് ഓയിലേക്കുള്ള ദൂരം R ആണെന്ന് എനിക്ക്. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം R ആണ്. ഓക്കെ, ഡൈപോളിന്റെ നീളം ഞാൻ 2a എന്ന് എടുക്കും. 2a. ഓക്കെ, സോ കൺസിഡർ എ ഡൈപോൾ AB ഓഫ് ചാർജ് Q. ചാർജ് Q എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് Q, ഇവിടെ എന്താണ് പ്ലസ് Q. എൻഡ് എയില് മൈനസ് Q ചാർജ്, എൻഡ് ബിയില് പ്ലസ് Q ചാർജ്. അതിന്റെ ഡിസ്റ്റൻസ് 2a ആണ്. കൺസിഡർ എ പോയിന്റ് O at a distance R from the center. സെന്റർ സിയിൽ നിന്ന് ഓയിലേക്കുള്ള ദൂരം, പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്, R. സോ നമുക്ക് വേണ്ടത് ഈ O എന്ന് പറയുന്ന ആക്സിയൽ ലൈനിലെ പോയിന്റിൽ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് O. O എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡൈപോളിലെ രണ്ട് ചാർജുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്സിയൽ ലൈൻ. ഈ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് O. അത് ഡൈപോളിന്റെ സെന്റർ സിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R ഡിസ്റ്റൻസ് അകലെയാണ്. ശരിയാണല്ലോ. അപ്പൊ ഓയിലെ ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ വേറൊന്നും ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. അതായത് ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഓരോ ചാർജും ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ എല്ലാം കൂടെ എന്തെടുത്താൽ മതി? വെക്ടർ സം എടുത്താൽ മതി. ഇവിടെ രണ്ട് ചാർജാണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് മൈനസ് Q, മറ്റേതെന്താണ്? പ്ലസ് Q. സോ മൈനസ് Q കൊണ്ട് ഓയിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം പ്ലസ് Q കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ രണ്ട് ഇന്റൻസിറ്റി കൂടെ എന്ത് ചെയ്യുക? വെക്ടർ സം എടുക്കുക. അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. അതായിരിക്കും ഓയിലെ ടോട്ടൽ ഇന്റൻസിറ്റി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇന്റൻസിറ്റി അറ്റ് O due to minus Q at A. എയിലുള്ള മൈനസ് Q ചാർജ് കൊണ്ട് ഓയിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി. ശരിയാണോ? സോ ഞാനതിന് E1 എന്ന് എടുത്തു. E1 is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q by ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പോ 1/4πε0. ഇവിടുത്തെ ചാർജ് മൈനസ് Q ആണ്. ഞാൻ സൈൻ കൊടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. Q ആണ് മാഗ്നിറ്റ്യൂഡ്. ഡിവൈഡഡ് ബൈ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ AO സ്ക്വയർ. AO സ്ക്വയർ. ശരിയല്ലേ? which is equal to 1/4πε0 Q divided by AO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണോ? OC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? R ആണ്. CA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ പകുതി നീളമാണ്. ഡൈപോളിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? 2a. അപ്പൊ പകുതി നീളം എത്രയാണ്? A. അങ്ങനെയാണെങ്കിൽ O മുതൽ A വരെയുള്ള ദൂരം എന്തായിരിക്കും? R പ്ലസ് A എന്ന് എഴുതി കൂടെ ദ ഹോൾ സ്ക്വയർ. R പ്ലസ് AD ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ മുതൽ ഇതിന്റെ സെന്റർ വരെയുള്ള ദൂരം R ആണെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്. ഡൈപോളിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. അപ്പൊ പകുതി ദൂരം A ആണ്. സോ ഇവിടെ തൊട്ട് ഇതുവരെ R, ഇവിടെ തൊട്ട് ഇതുവരെ A. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R പ്ലസ് A, അതിന്റെ എന്താ? സ്ക്വയർ. ഇനി നമ്മൾ സൈൻ എടുക്കാത്തതുകൊണ്ട്, ചാർജിന്റെ സൈൻ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ കൂടി പറഞ്ഞു. E1 എങ്ങോട്ടായിരിക്കും? E1 എന്ന് പറയുന്നത് മൈനസ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി ചാർജ്, ചാർജിന് അടുത്തോട്ടായിരിക്കും. ചാർജിന്റെ അടുത്തോട്ടായിരിക്കും. ശരിയല്ലേ? അപ്പോ മൈനസ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ചാർജിന് അടുത്തോട്ടല്ലേ? ചാർജിന് അടുത്തോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് ടുവേർഡ്സ് ദി ചാർജ്. E1 ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഓയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് മൈനസ് ചാർജ് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പ്ലസ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പ്ലസ് ചാർജ് കൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത അത് നോക്കാം.
electric intensity at O due to plus Q at B. ബിയിലുള്ള പ്ലസ് ക്യൂ കൊണ്ടുള്ള ഇന്റൻസിറ്റി. ഓയില് ബിയിലിരിക്കുന്ന പ്ലസ് ക്യൂ കൊണ്ടുണ്ടാവുന്ന ഇന്റൻസിറ്റി. ഞാനതിനെ E2 E2 ഇസ് ഈക്വൽ ടു പറ ഇവിടുത്തെ ചാർജ് ക്യൂ ആണ്. അപ്പൊ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം BO സ്ക്വയർ ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ BO എന്ന് പറയുന്ന ദൂരം എങ്ങനെ കണ്ടുപിടിക്കാം? OC എന്ന് പറയുന്ന ദൂരം, ഈ ദൂരം R ആണ്, ഈ ദൂരം എന്താണ്? A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എന്താണ്? R ൽ നിന്ന് ഈ ദൂരം കുറച്ചാൽ പോരെ? R ൽ നിന്ന് ഈ ദൂരം കുറയ്ക്കുക, അതായത് R മൈനസ് A ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി എങ്ങോട്ടായിരിക്കും ഇത് പോസിറ്റീവ് ചാർജ് തന്നെ. പോസിറ്റീവ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജ്, ചാർജിൽ നിന്ന് അകലോട്ടായിരിക്കും. സോ E2 ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഓയില് രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ട്. E1 ഡ്യൂ ടു മൈനസ് ക്യൂ, E2 ഡ്യൂ ടു പ്ലസ് ക്യൂ. സോ നമുക്കറിയേണ്ടത് ഓയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഓയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും കൂടെ എന്തായിരിക്കും? വെക്ടർ സം ആയിരിക്കും. E1 ന്റെയും E2 ന്റെയും വെക്ടർ സം ആയിരിക്കും. E1 ന്റെയും E2 ന്റെയും വെക്ടർ സം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടോ? ഈ രണ്ട് വെക്ടറുകളുടെ പ്രത്യേകത എന്താണ്? E1 ന്റെയും E2 ന്റെയും പ്രത്യേകത എന്താണ്? E1 ഉം E2 ഓപ്പോസിറ്റ് ആണ്. സോ രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. ഇതിൽ E1 ആണോ E2 ആണോ വലുത്? നോക്കി പറ. E1 ആണോ E2 ആണോ വലുത്? E1 ന്റെ വാല്യൂ ആണോ E2 ന്റെ വാല്യൂ ആണോ വലുത് എന്ന് നോക്കൂ, പറയാമോ? E1 1/4πε0 Q by R plus A the whole square. E2 is equal to 1/4πε0 Q by R minus A the whole square. ഇതിൽ ഏതാണ് വലുത്? E1 ആണോ E2 ആണോ? നന്ദന പറയുന്നു E2 ആണോ. E2 ആണോ E1 ആണോ? E1 കുറെ പേര് E1 പറയുന്നുണ്ട്. E1 ആണോ E2 ആണോ വലുത്? ഇവിടെ നോക്കണോ, 1/4πε0 Q രണ്ടിലും ഉണ്ട്. 1/4πε0 Q. ഇവിടെ ഡിനോമിനേറ്റർ R പ്ലസ് A ദി ഹോൾ സ്ക്വയറും ഇവിടെ ഡിനോമിനേറ്റർ R മൈനസ് A ദി ഹോൾ സ്ക്വയറും അല്ലേ? ശരിയാണോ? ഡിനോമിനേറ്റർ ചെറുതാവുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി എന്താവും? വലുതാവും. ഇവിടെ R പ്ലസ് A ദി ഹോൾ സ്ക്വയറും ഇവിടെ R മൈനസ് A ആണ്. R മൈനസ് A യിലെ ചെറുത് R മൈനസ് A ആണ്. ചെറുതെങ്കിൽ E2 ആയിരിക്കില്ലേ വലുത്? ബാക്കിയെല്ലാം സെയിം ആണ്. 1/4πε0 Q 1/4πε0 Q രണ്ട് സെയിം ആണ്. ഇവിടെയാണ് ചെറിയ ഡിനോമിനേറ്റർ. ചെറിയ ഡിനോമിനേറ്റർ ഉള്ള ആളുടെ വാല്യൂ ആയിരിക്കും എന്ത്? കൂടുതൽ. അപ്പൊ R മൈനസ് എയും ഇവിടെ R പ്ലസ് എയും ആണ്. ഇവിടെ ഡിനോമിനേറ്റർ വലുതാണ്, ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? ചെറുതാണ്. അപ്പൊ വലുത് E2, ചെറുത് ഏതാണ്? E1 ആണ്. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E is equal to പറഞ്ഞോളൂ E1 വലുതിൽ നിന്ന് E2 മൈനസ് E1. ശരി, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. E2 മൈനസ് E1. വലുത് എങ്ങനെ കണ്ടുപിടിച്ചു? ആർക്കാണോ ചെറിയ ഡിനോമിനേറ്റർ ഉള്ളത്. R മൈനസ് A ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് E2 നാണ്. അതുകൊണ്ട് E2 മൈനസ് E1. ഓക്കെ, ഈ പ്ലസ് ചാർജ് ഇവിടെ മൈനസ് ചാർജ് ഇവിടെ വെച്ച് എഴുതിയാൽ ഇത് തിരിഞ്ഞു വരും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണോ എടുക്കാം. നിങ്ങൾ വരയ്ക്കുന്ന അനുസരിച്ച് ഇത് ഇക്വേഷൻ മാറും. ഈക്വൽ ടു E2 ന്റെ വാല്യൂ ഇതാണ് 1/4πε0 Q divided by R minus A the whole square minus E1 ന്റെ വാല്യൂ 1/4πε0 Q by R plus A the whole square. Okay, is equal to Q by 4πε0 രണ്ടിലുണ്ട് അല്ലെ? Q by 4πε0 രണ്ടിലുണ്ട്. ബാക്കി എന്തൊക്കെയാ ഉള്ളത്? 1/R minus A the whole square minus 1/R plus A the whole square. Okay.
ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങോട്ട് വരും അല്ലെ. 1 into r plus a the whole square. അപ്പൊ r plus a the whole square മൈനസ് ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? r minus a the whole square the whole divided by ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലെ. r minus a the whole square into r plus a the whole square equal to q by 4 pi epsilon 0. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. r square plus a square plus 2ra minus r square plus a square minus 2ra the whole divided by r minus a the whole square into r plus a the whole square എന്ന് പറഞ്ഞാൽ r minus a into r plus a the whole square എന്നാണ്. r minus a into r plus a the whole square ഒരുമിച്ച് കൊടുക്കാം. ഈക്വൽ ടു q by 4 pi epsilon 0 ഇവിടെ r square plus a square plus 2ra minus r square minus a square plus 2r. നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ്. the whole divided by r minus a into r plus a എന്താണോ? r square minus a square the whole square. ശരിയല്ലേ? ഈക്വൽ ടു q by 4 pi epsilon 0 പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പിന്നെ വരുന്നത് 2ra പ്ലസ് 2ra എന്ന് പറഞ്ഞാൽ എന്താ? 4ra ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഈക്വൽ ടു ഈക്വൽ ടു നോക്കട്ടെ. ഈ ക്യൂ ഇൻറ്റു 4ra ഒരു 2a ഞാൻ എടുത്തു. ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. എനി വൺ ഓഫ് ദി ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ്. പക്ഷെ എനിക്ക് എഴുതും 1 by 4 pi epsilon 0 ഇൻറ്റു ക്യൂ ഇൻറ്റു 4a ഒരു 2a എടുത്തു കഴിഞ്ഞാൽ q into 2a എന്ന് പറയുന്നത് എന്താണ്? p ആണ്. ശരിയല്ലേ? ബാക്കി പിന്നെ എന്തുണ്ട്? 2r കൂടി p into 2r ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് a സ്ക്വയർ the whole square. ശരിയാണ്. എന്താണ് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ ഈ 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. 2a ചെറുതാണെങ്കിൽ എ അതിലും ചെറുതായിരിക്കും. എ ചെറുതാണെങ്കിൽ എ സ്ക്വയർ അതിനേക്കാളും ചെറുതായിരിക്കും. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന 0.1 ആണെന്ന് വെച്ചോ. എ 0.1 ആണെങ്കിൽ എ സ്ക്വയർ എന്താ? 0.01 ആണ്. അതിനേക്കാളും ചെറുതാണ്. അപ്പോ ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയറിന്റെ വാല്യൂ തീരെ ചെറുതാണ്. അപ്പൊ നമുക്ക് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ആർ സ്ക്വയർ എന്ന് മാത്രം എഴുതാം. ആർ സ്ക്വയർ വളരെ വലുതാണ്, എ സ്ക്വയർ തീരെ ചെറുതാണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ചെയ്താൽ ആർ സ്ക്വയറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. അപ്പൊ നമുക്ക് എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാം. എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്താൽ ബാക്കി എന്താ വരിക? ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്താണ്? r⁴. അപ്പൊ എന്താ വരിക? 1 by 4 pi epsilon 0 p into 2r divided by r⁴. ശരിയല്ലേ? ഇവിടുന്ന് ഓരോ r എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാല് ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2 r ക്യാൻസൽ ആയി പോയി 2p ഡിവൈഡഡ് ബൈ r ക്യൂബ്.
is equal to 1 by 4 pi epsilon 0 2p divided by r. ഇതിന്റെ p എന്താണ്? p എന്ന് പറഞ്ഞാൽ എന്താ? p is equal to q into 2a. ശരിയല്ലേ? അപ്പൊ ഇതില് q into 4a യില് ഒരു 2 എടുത്തു കഴിഞ്ഞാൽ q into 2a വരും. ആ q into 2aക്ക് പകരമാണ് നമ്മൾ p എടുത്തേക്കുന്നത്. ബാക്കി ഒരു 2 ഉണ്ട് r ഉണ്ട്. ഓക്കെ, അപ്പോ q ചാർജ് ഉള്ള അല്ലെങ്കിൽ p ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ, ഈ ആർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ്. സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു ആക്സിയൽ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? 1 by 4 pi epsilon 0 2p divided by r cube. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് at any point on the axial line, the equation is 1 by 4 pi epsilon 0 2p divided by r cube. Okay ആണോ? സിമ്പിൾ ഡെറിവേഷൻ ആണ്. ആദ്യം നമ്മൾ മൈനസ് ക്യൂ കൊണ്ട് ഇവിടെ ഉള്ള ഇന്റൻസിറ്റി കണ്ടുപിടിച്ചു, ഇങ്ങോട്ട് പ്ലസ് ക്യൂ കൊണ്ട് ഇവിടെ ഉള്ള ഇന്റൻസിറ്റി കണ്ടുപിടിച്ചു, അങ്ങോട്ട് ഇത് രണ്ടിന്റെയും കൂടെ എന്തെടുത്തു? വെക്ടർ സം എടുത്തു. വെക്ടർ സം എടുക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ കൂടി പോകും. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. പിന്നെ എല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ രണ്ടാമത് നോക്കുന്നത് ഇപ്പൊ ആക്സിയൽ ലൈനാണ് നോക്കിയത്. അടുത്തത് ഇക്വിറ്റോറിയൽ ലൈൻ. അറ്റ് എനി പോയിന്റ് ഓൺ ദി ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാം, രണ്ട് ഡൈപോളുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ സെന്ററിലൂടെ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇക്വിറ്റോറിയൽ. അപ്പൊ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. പ്ലസ് ക്യൂ ചാർജ്, മൈനസ് ക്യൂ ചാർജ്. ഇതാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ലൈൻ. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി ആണ് നമ്മുടെ ഡൈപോളിന്റെ പേര്. അതിന്റെ സെന്റർ സി ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് a ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? a ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം ഞാൻ എക്സ് എന്നെടുത്തു. സെന്റർ പോയിന്റ് സിയിൽ നിന്ന് നമ്മുടെ പോയിന്റ് ഒ ആണ് നമ്മുടെ പോയിന്റ്. ഇക്വിറ്റോറിയൽ ലൈനിലെ പോയിന്റ് ഒ ആണ്. ഒയിലേക്കുള്ള ദൂരം ഞാൻ ആർ എന്നെടുത്തു. ഇങ്ങോട്ടുള്ള ദൂരം എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാര്യം ഇത് ഇക്വിറ്റോറിയൽ ലൈൻ അല്ലേ, അപ്പൊ ഇവിടെ നിന്നുള്ള ദൂരം സെയിം ആണ്. ഓക്കെ, so consider a point O on the equatorial line
at a distance r from the center. ഓരോ ചാർജിൽ നിന്നും ഈക്വറ്റോറിയൽ പോയിന്റിലേക്കുള്ള ദൂരം എന്താണ്? എക്സ് ആണ്. ഇവിടെ നിന്ന് ദൂരം എക്സ്, ഇവിടെ നിന്ന് ദൂരം എക്സ്. ഈ നീളം എ, ഈ നീളം എ. കാര്യം ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 2a. സോ നമുക്ക് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഓയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ കാരണം, അതായത് പ്ലസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, മൈനസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ കൂടെ എന്തെടുക്കും? വെക്ടർസ് എടുക്കും. ഓക്കെ, അപ്പൊ ആദ്യം ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ ചാർജ് കാരണം ഓയിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഞാൻ E1 എടുക്കും. E1 is equal to 1/4πε0 Q divided by ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം, എന്താണ്? x സ്ക്വയർ. ഓക്കെ, അത് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന അനുഭവപ്പെടുന്ന ഇന്റൻസിറ്റി ആയതുകൊണ്ട് എവേ ഫ്രം ദി ചാർജ് ഇങ്ങോട്ടായിരിക്കും. ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് E1. E1 എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, എവേ ഫ്രം ദി ചാർജ്. ഈ ആംഗിൾ തീറ്റയാണെന്ന് ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. ഈ രണ്ട് ആംഗിൾസും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണോ? തീറ്റ. എനിക്ക് E1നെ രണ്ട് കമ്പോണന്റ് ആക്കാലോ. ഇങ്ങോട്ടൊരു കമ്പോണന്റ്, ഏതാത്? E1 കോസ് തീറ്റ എലോങ് OX. അതുപോലെ E1 സൈൻ തീറ്റ എലോങ് OY. ഓക്കെ, E1നെ ഞാൻ രണ്ട് കമ്പോണന്റുകളാക്കുന്നു. ഏതൊക്കെയാണ് രണ്ട് കമ്പോണന്റ്? E1 കോസ് തീറ്റ, ഇത് തീറ്റ ആയതുകൊണ്ട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് E1 കോസ് തീറ്റ ആയാലോ OX, E1 സൈൻ തീറ്റ ആയാലോ OY. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു മൈനസ്. ഈ മൈനസ് ക്യൂ ചാർജ് കാരണം ഓയിൽ അനുഭവപ്പെടുന്ന ഇന്റൻസിറ്റി ഞാനതിനെ E2 നിർത്തും. E2 is equal to 1/4πε0 Q divided by, ഞാൻ മൈനസ് ക്യൂന്റെ ക്യൂ മാത്രം എടുക്കും, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു, അതിന് ഡയറക്ഷൻ പറയുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം x തന്നെയാണ്, x സ്ക്വയർ. പക്ഷേ ഈ ഇന്റൻസിറ്റി എങ്ങോട്ടാണ്? E2. ഇവിടെ അനുഭവപ്പെടുന്ന ഈ ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി ചാർജിന് അടുത്തോട്ടായിരിക്കും. കാര്യം ഇത് നെഗറ്റീവ് ചാർജാണ്. ഫോർ എ നെഗറ്റീവ് ചാർജ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി ചാർജ്, ചാർജിന് അടുത്തോട്ടാണ്. അപ്പൊ E2ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് E2 ടുവേർഡ്സ് ചാർജ്. നേരത്തെ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു, എവേ ഫ്രം ചാർജ്. ഇവിടെ ചാർജിന് അടുത്തോട്ട് ടുവേർഡ്സ് E2 ഇങ്ങോട്ടാണ്. ഈ ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞല്ലോ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ. ഈ ആംഗിളും ഈ ആംഗിൾ തീറ്റയാണ്. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ സെയിം അല്ലേ? സെയിം. അങ്ങനെയാണെങ്കിൽ E2നെ എനിക്ക് രണ്ട് കമ്പോണന്റ് ആക്കാമല്ലോ. ഇങ്ങോട്ടൊരു കമ്പോണന്റ്, ഏതാത്? E2 കോസ് തീറ്റ. ഇങ്ങോട്ടൊരു കമ്പോണന്റ്, ഏതാത്? E2 സൈൻ തീറ്റ. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്തു, AB. അതിന്റെ എൻഡ് എയില് പ്ലസ് ക്യൂ ചാർജ്, എൻഡ് ബിയില് മൈനസ് ക്യൂ ചാർജ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2a. സെന്റർ C. സെന്റർ സിയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് O. എയിൽ നിന്നും ബിയിൽ നിന്നും ഓയിലേക്ക് തുല്യ അകലമാണ് X. ഇവിടെ നിങ്ങോട്ട് X, ഇവിടെ നിങ്ങോട്ട് X. ഓയിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഓയിൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം x². ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഓയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജ് ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് E1. ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്താണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ E1 എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. E1 cos തീറ്റ along OX ഇങ്ങോട്ട്, E1 sin തീറ്റ along OY ഇങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്തത് -Q ചാർജ് കൊണ്ട് ഓയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 കണ്ടുപിടിച്ചു. 1/4πε0 Q/x². ഇവിടെ -Q കൊടുത്തില്ല, കാര്യം മൈനസ് സൂചിപ്പിക്കുന്നത് ഡയറക്ഷനാണ്, നമ്മളവിടെ അല്ലാതെ മാർക്ക് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് Q തന്നെയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എഴുതുന്നത് 1/4πε0 Q/x². ഇനി ഇത് എങ്ങോട്ടാണ്? ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ചാർജിന് അടുത്തോട്ടായിരിക്കും. സോ ഇവിടെ നിന്ന് ചാർജിന് അടുത്തോട്ട് E2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ. E2നെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് E2 cos തീറ്റ, ഇങ്ങോട്ട് E2 sin തീറ്റ. ക്ലിയർ ആണോ? മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്, E1 ഉം E2. ഈ ഓരോ ഇലക്ട്രിക് ഫീൽഡിനെയും നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. E1നെ രണ്ട് കമ്പോണന്റ് ആക്കി, E1 cos തീറ്റ, E1 sin തീറ്റ. E2നെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആക്കി, E2 cos തീറ്റ, E2 sin തീറ്റ. അപ്പൊ നമുക്ക് ഇനി E1 E2 ഇട്ടേക്ക് 4 കമ്പോണന്റ് നോക്കിയാൽ മതി. രണ്ട് കോസ് കമ്പോണന്റുകളും രണ്ട് സൈൻ കമ്പോണന്റ്. ഇതിൽ ഈ സൈൻ കമ്പോണന്റുകളുടെ പ്രത്യേകത എന്താണ്? E1 sin തീറ്റ മുകളിലോട്ടാണ്, E2 sin തീറ്റ നേരെ താഴോട്ടാണ്. E1ന്റെയും E2ന്റെയും വാല്യൂ നോക്കണേ. E1ന്റെ വാല്യൂ 1/4πε0 Q/x². E2ന്റെ വാല്യൂ 1/4πε0 Q/x². ഇവർ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ശരിയാണ്. അപ്പോ E1 sin തീറ്റ, E2 sin തീറ്റ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. സോ ഇവരെ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദീസ് ടു കമ്പോണന്റ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. ഇത് പരസ്പരം എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്യും. സോ സൈൻ കമ്പോണന്റ്സ് ക്യാൻസൽസ്. സൈൻ കമ്പോണന്റുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യും. പിന്നെ ഉള്ളത് ആരാണ്? കോസ് കമ്പോണന്റ് ആണ്. ഏതൊക്കെയാണ്? E1 cos തീറ്റ, E2 cos തീറ്റ. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ O എന്ന് പറയുന്ന പോയിന്റില് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് കമ്പോണന്റുകളുടെ സമ്മല്ലേ? അത് രണ്ടേ ഉള്ളൂ, ബാക്കി രണ്ട് ക്യാൻസൽ ചെയ്യും. സോ E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ രണ്ടും ആഡ് ചെയ്യും. പക്ഷെ E1ന്റെ E2ന്റെ മാഗ്നിറ്റ്യൂഡുകൾ എന്താ? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് E1 cos തീറ്റ പ്ലസ് E2ന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? E1 എന്ന് എഴുതാം. E2ന് പകരം E1 എന്ന് എഴുതാം. എന്തുകൊണ്ട് E2ന് പകരം E1 എന്ന് എഴുതി? ബിക്കോസ് E2 ആൻഡ് E1 ആർ സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ്. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. Q/x². അപ്പൊ ഇതെന്തെന്ന് എഴുതാം? 2E1 cos തീറ്റ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കൊടുത്താലും മതി, ഇങ്ങനെ എഴുതണമെന്നില്ല. നമ്മള് ഇങ്ങനെ വാല്യൂ കൊടുത്താൽ മതി. നോക്കാം, വാല്യൂ കൊടുത്ത് എഴുതാം. ഇസ് ഈക്വൽ ടു വാല്യൂ കൊടുത്താൽ കഴിഞ്ഞാൽ E1ന്റെ വാല്യൂ 1/4πε0 Q/x² cos തീറ്റ പ്ലസ് E2ന്റെ വാല്യൂ 1/4πε0 Q/x² cos തീറ്റ. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും സെയിം ആണ്. വാല്യൂ കൊടുത്തത്. ഇത് രണ്ട് സെയിം ആണല്ലോ. ഇസ് ഈക്വൽ ടു 2 into 1/4πε0 Q/x² cos തീറ്റ equal to 2 into 1/4πε0 Q/x² into cos തീറ്റ. ഇവിടെന്നോ രണ്ടിലേതെങ്കിലും ഒന്നിന്ന് കോസ് തീറ്റ പറഞ്ഞു. എന്താണ് തീറ്റ? സാർ യൂട്യൂബ് ഇടുന്നു, മൊബൈൽ ഹാങ് ആകും. യൂട്യൂബിൽ ഇടും കേട്ടോ. ഇവിടെ കോസ് തീറ്റ പറഞ്ഞേ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. എന്താണ് അഡ്ജസന്റ് സൈഡ്? A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? X. അപ്പൊ നമുക്ക് കോസ് തീറ്റയ്ക്ക് പകരം A/X എന്ന് കൊടുക്കാമല്ലോ. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് A ഡിവൈഡഡ് ബൈ X ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? 1/4πε0 Q into ഇവിടെ 2 ഉണ്ട്, ഇവിടെ A ഉണ്ട്. 2A ഡിവൈഡഡ് ബൈ x² into x, x³
ശരിയല്ലേ? Q into 2A എന്താണ്? Q into 2A എന്ന് പറഞ്ഞാൽ P ആണ്, ഡൈപോൾ മൊമെന്റ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇസ് ഈക്വൽ ടു 1/4 epsilon 0 P ഡിവൈഡഡ് ബൈ XQ എന്ന്. ഇതിൽ എന്താണ് ഈ എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാർജിൽ നിന്ന് ആക്സിയൽ പോയിന്റിലേക്കുള്ള ദൂരമാണ്. ചാർജിൽ നിന്ന് ആക്സിയൽ പോയിന്റിലേക്കുള്ള ദൂരമാണ്. പക്ഷെ നമ്മള് നേരത്തെ കേസിൽ ആക്സിയൽ പോയിന്റ് അല്ല, ഇക്വിറ്റോറിയൽ പോയിന്റ്. ഏതെങ്കിലും ഒരു ചാർജിൽ നിന്ന് ഇക്വിറ്റോറിയൽ പോയിന്റിലേക്കുള്ള ദൂരമാണ് എക്സ്. നേരത്തെ നമ്മൾ ആക്സിയൽ കേസ് പറഞ്ഞപ്പോ ചാർജിൽ നിന്നുള്ള ദൂരമല്ല പറഞ്ഞത്, സെന്ററിൽ നിന്നുള്ള ദൂരമാണ്. അപ്പൊ ഇവിടെ സെന്ററിൽ നിന്നുള്ള ദൂരം, ഓയിലേക്കുള്ള സെന്ററിൽ നിന്നുള്ള ദൂരം എത്രയാണ്? 6. അപ്പൊ നമുക്ക് ഈ എക്സ് അല്ല വേണ്ടത്, പകരം എന്താണ്? 6 ആണ്. അപ്പൊ നമുക്ക് ഈ കിടക്കുന്ന എക്സ് ക്യൂബിനെ 6 എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എക്സിനെ നമ്മൾ എങ്ങനെയാണ് 6 കൺവേർട്ട് ചെയ്യുന്നത്? എക്സിനെ നമുക്ക് എങ്ങനെ 6 മാറ്റാം? 6 ആണ് സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം. 6 നമുക്ക് ഇക്വേഷൻ വേണ്ടത്. സോ ഈ 6ഉം എയും എക്സും തമ്മിലുള്ള ബന്ധം എന്താണ്? എ ബേസ് ആണ്, 6 ആൾട്ടിറ്റ്യൂഡ് ആണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാമല്ലോ, r² പ്ലസ് a² ദ ഹോൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന റൂട്ട് r² പ്ലസ് a², പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ശരിയാ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു r² പ്ലസ് a² ദ ഹോൾ റൈസ് ടു 1/2. അപ്പൊ എക്സ് ക്യൂബ് എന്ത് വരും? എക്സ് ക്യൂബ് എന്താ വരിക? r² പ്ലസ് a² ദ ഹോൾ റൈസ് ടു 1/2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3/2. എക്സ് ഇതാണ് r² പ്ലസ് a² ദ ഹോൾ റൈസ് ടു 1/2. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ r² പ്ലസ് a² ദ ഹോൾ റൈസ് ടു 1/2 ദ ഹോൾ ക്യൂബ്. അപ്പൊ 3/2. Therefore, E is equal to എന്താ വരിക? 1/4 epsilon 0 P divided by x ക്യൂബിന് പകരം നമുക്ക് r² പ്ലസ് a² the whole rise to 3/2 എന്ന് കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പറയുന്ന ക്വാണ്ടിറ്റി ഇതിന്റെ പകുതി നീളമാണ്, അത് വളരെ ചെറുതാണ്. അപ്പൊ a² ചെറുതായിരിക്കും. അപ്പൊ a² നമുക്ക് നെഗ്ലക്ട് ചെയ്താൽ ബാക്കി എന്താ വരിക? 1/4 epsilon 0 P divided by r² the whole rise to 3/2. ഈ 2 ക്യാൻസൽ ആയി പോയാൽ ബാക്കി E is equal to 1/4 epsilon 0 P divided by r cube എന്ന് കിട്ടും. ശരിയാ? E is equal to 1/4 epsilon 0 P divided by r cube. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. അപ്പോ ഇത് വളരെ സിമ്പിൾ ആണ്. ഓരോ ചാർജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മളത് 2 കമ്പോണന്റുകളായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോന്നിനെയും 2 കമ്പോണന്റ് ആയിട്ട്, സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റും. അപ്പൊ അതിന്റെ സൈൻ കമ്പോണന്റുകൾ പരസ്പരം എന്ത് ചെയ്ത് പോകുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. കോസ് കമ്പോണന്റുകൾ പരസ്പരം ആഡ് ചെയ്യുന്നു, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. എക്സിന് പകരം വാല്യൂ കൊടുക്കുന്നു, എക്സ് ക്യൂബിന് പകരം വാല്യൂ കൊടുക്കുന്നു, a² നെഗ്ലക്ട് ചെയ്യുന്നു, ബാക്കി സോൾവ് ചെയ്തു. ഓക്കെ. അപ്പോ ഇക്വിറ്റോറിയൽ ലൈനിൽ നമുക്ക് കിട്ടിയത് 1/4 epsilon 0 P by r cube. ആക്സിയൽ ലൈനിൽ നമുക്ക് കിട്ടിയത് P by r cube. അപ്പൊ ആ 2 ഇക്വേഷൻ ഞാൻ ഒരുമിച്ചൊന്ന് എഴുതാം. ഈ ആക്സിയൽ എന്ന് പറയുന്നത് 1/4 epsilon 0 2p by r cube ആണ്. ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് 1/4 epsilon 0 p by r cube. സോ ഇവിടെ 2ന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇക്വറ്റോറിയലിന്റെ 2 ടൈംസ് ആണ് ആക്സിയൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഈ ആക്സിയൽ is equal to 2 times
ഈ ഇക്വിറ്റോറിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. അല്ലെങ്കിൽ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി ആക്സിയൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് at any point on the equatorial line. So the ratio is 2. Axial by equatorial എന്ന് പറയുന്നത് 2 ആണ്. ആ റേഷ്യോ 2:1 ആണ്. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ E1 E2 രണ്ടൂടെ ആഡ് ചെയ്യുമ്പോ എങ്ങോട്ടാണോ കിട്ടുന്നത് അങ്ങോട്ടോ. നമ്മൾ E1 കോസ്റ്റിറ്റ് അങ്ങോട്ടല്ലേ വരച്ചത്, E2 കോസ്റ്റിറ്റ് അങ്ങോട്ടല്ലേ വരച്ചത്. E1 E2 അങ്ങോട്ടാണ്. അപ്പൊ രണ്ടൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ ഏതിൽ നിന്നാണോ ഏത് കുറച്ചത് അതിന്റെ ഡയറക്ഷൻ. നമ്മൾ അവിടെ E2 മൈനസ് E1 ആയിരുന്നു. എന്നിട്ട് E2ന്റെ ഡയറക്ഷൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ഡയറക്ഷനാണ്. അവിടെ E2ൽ നിന്ന് E1 കുറച്ചു. എന്നിട്ട് ആരുടെ ഡയറക്ഷൻ? E2 എങ്ങോട്ടാണോ അങ്ങോട്ട്. E2 അങ്ങോട്ടല്ലേ ഉള്ളൂ. E2 അങ്ങോട്ടായിരുന്നു. അപ്പൊ E2ന്റെ ഡയറക്ഷൻ ഇവിടെ അങ്ങോട്ട് തന്നെയാണ്. കാര്യം E1 കോസ്റ്റിറ്റ് അങ്ങോട്ട്, E2 കോസ്റ്റിറ്റ്. അപ്പൊ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ഇലക്ട്രിക് ഫ്ലക്സും അതുപോലെ ഗോസസ് തിയറവുമാണ് ഇനി ബാക്കി ഈ ചാപ്റ്ററിലുള്ളത്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു കുഞ്ഞു കാര്യമാണ്. ഗോസസ് തിയറം ഉണ്ട്, അതിന്റെ പ്രൂഫും 3 ആപ്ലിക്കേഷൻ കൂടെ ആവുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എന്താവും? കംപ്ലീറ്റ് ആവും. സാറ് പറഞ്ഞതുപോലെ കരിക്കുലം കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പോർഷൻ ഒന്നും കുറയ്ക്കത്തില്ല. കാര്യം പോർഷൻ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷയുടെ സിലബസ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പോർഷൻസിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇതേ പോർഷൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ സമയം കുറവും, സെയിം പോർഷനുമാണ്. നമ്മൾ ഏപ്രിൽ മുതൽ പഠിച്ചു തുടങ്ങേണ്ട കാര്യമാണ്. ഇനി കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ച് തീർക്കേണ്ടി വരിക. ചിലപ്പോൾ ഏപ്രിൽ മെയ്യിലൊക്കെ ക്ലാസ് ആയിരിക്കും. അടുത്ത വെക്കേഷൻ ഏപ്രിൽ മെയ് കാണില്ല. അതും കൂടെ ചേർത്ത് ജൂണിലായിരിക്കും പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിപ്പിച്ച് തീർക്കുക. ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഈ കൊറോണ എന്ന് പറഞ്ഞിട്ട് പരീക്ഷയൊന്നും മാറ്റി വെക്കത്തില്ല. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. ക്ലാസ്സുകൾ കൃത്യമായിട്ട് അടുത്ത മാസം തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഒരു വർഷം ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. അവര് സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്പീഡ് നിങ്ങൾക്കറിയാം. വളരെ പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയമാണിത്. ഈ സമയത്ത് മാക്സിമം യൂസ് ചെയ്ത് പഠിച്ചോളുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? നമ്മുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോ സെക്കൻഡ് ഇയർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യം കൂടി എന്ത് ചെയ്തോളണം? നോക്കിക്കൊള്ളണം. മാർക്ക് കുറവുള്ള ആൾക്കാർ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. ഗവൺമെന്റ് പെട്ടെന്ന് ഒരു ഡേറ്റ് അങ്ങ് പറയുകയാണ് ചെയ്യുക. അപ്പൊ ഇംപ്രൂവ്മെന്റ് മിക്കവാറും സ്കൂൾ തുറന്ന ഉടനെ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ് കാണും. അപ്പൊ അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതും എന്ത് ചെയ്യണം? പഠിക്കണം. വളരെ ടൈറ്റ് ആണ്. കൊറോണ നമ്മളെ സമയം ഒരുപാട് കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ടൈറ്റ് ആയി കേട്ടോ. പരീക്ഷ മാറ്റി വെക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. പോർഷനും കുറയ്ക്കുമെന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ തന്നെ JEE നീറ്റൊക്കെ മാറ്റി വെക്കാനായിട്ട് കുറെ കുട്ടികൾ സുപ്രീം കോടതിയിൽ പോയി. അതിന്റെ ഹർജി കഴിഞ്ഞ ദിവസം തള്ളി. അടുത്ത മാസം തന്നെ സെപ്റ്റംബറിൽ തന്നെ നീറ്റ് JEE നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നടത്തും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കോടതി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേ ഡേറ്റിൽ തന്നെ നടത്തും. അതുകൊണ്ട് ഇവിടെയും അതുപോലെയാണ്. ക്ലാസ് തുടങ്ങും, പരീക്ഷ തുടങ്ങും എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് കൊറോണയെ വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. കൊറോണന്റെ സൈഡിൽ കൂടെ അങ്ങ് പോവും. നമ്മുടെ ക്ലാസ്സും പരീക്ഷയും ഇപ്പുറത്തെ സൈഡിൽ കൂടി പോവും. ഓക്കെ ആണോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay. Thank you.